ഏത് കാലാവസ്ഥയിലും ഏത് രാഷ്ട്രീയ കാലാവസ്ഥയിലും കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ മാറാറില്ല. അവർ കണ്ടു വളർന്നത് ചെങ്കൊടി, അവർ നെഞ്ചോട് ചേർക്കുന്നത് ചെങ്കൊടി. എന്നാൽ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പ്രതിഷേധം ഉയരുന്നു. സംസ്ഥാന BJP ആയി റവട ചന്ദ്രശേഖറെ തിരഞ്ഞെടുത്തതിനെതിരെയാണ് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പ്രതിഷേധം ഇരമ്പുന്നത്. കൂത്തുപറമ്പ് എന്ന മഹാസംഭവത്തിന് ഉത്തരവാദിയായ പോലീസ് ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ DGP ആക്കിയത് എന്തിന് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. CPM-ന്റെ സമരചരിത്രത്തിലെ സമരപുളകിതമായ ഒരധ്യായമാണ് കൂത്തുപറമ്പ് വെടിവയ്പ്. 1994 നവംബർ 25-നാണ് കൂത്തുപറമ്പ് വെടിവയ്പ് ഉണ്ടായത്. അന്നത്തെ സഹകരണ മന്ത്രിയായ എം വി രാഘവനെതിരെ സ്വാശ്രയ കോളേജിൻ്റെ പ്രശ്നത്തിൽ SFIയും DYFIയും സമരം ചെയ്യുന്നു. അവിടെ ഒരു അർബൻ ബാങ്ക് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം എത്തുന്നു. ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്ന MV രാഘവനെ കണ്ണൂരിൻ്റെ മണ്ണിൽ കാലുകുത്തിക്കില്ലെന്ന് DYFI തീരുമാനം എടുക്കുന്നു. വലിയ ശക്തിയോടുകൂടി പോലീസും നിലയുറപ്പിക്കുന്നു. MV രാഘവൻ അവിടെ എത്തിയതോടുകൂടി സംഘർഷമായി. പോലീസ് ലാത്തിചാർജ് നടത്തി. നിരവധി CPM DYFI പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. എന്നിട്ടും അവർ അടങ്ങിയില്ല. പക്ഷേ MV രാഘവൻ അർബൻ ബാങ്ക് ഉദ്ഘാടനം ചെയ്യുകയും തീപ്പൊരി പ്രസംഗം നടത്തുകയും ചെയ്തു. ഉദ്ഘാടനം നടന്ന ഹാളിലും അടിപിടിയുണ്ടായി. MV രാഘവന് തിരിച്ചിറങ്ങാൻ വയ്യാത്ത അവസ്ഥ. ഒരുവിധം MV രാഘവനെ പോലീസ് സുരക്ഷിത കേന്ദ്രത്തിൽ എത്തിച്ചു. അതിനുശേഷമാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടാകുന്നത്. ഇതോടെ ജനക്കൂട്ടം പോലീസിന് നേരെ തിരിഞ്ഞു. ജനക്കൂട്ടം പോലീസിന് നേരെ തിരിയുക മാത്രമല്ല, പോലീസിനെ കല്ലും ബിയർ കുപ്പികളും ഒക്കെ കൊണ്ട് ആക്രമിച്ചു. കൊടികെട്ടിയ വടി കൊണ്ട് അടിച്ചു. പോലീസും തിരിച്ചടിച്ചു. പോലീസിന് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനാകാതെ വന്നപ്പോൾ കണ്ണീർ വാതകം പ്രയോഗിച്ചു. അതുകൊണ്ടും പ്രയോജനമുണ്ടായില്ല. ആകാശത്തേക്ക് വെടിവെച്ചു. ഒരു പ്രയോജനവും ഉണ്ടായില്ല. അന്നത്തെ കണ്ണൂർ ASP ആയിരുന്ന റബാഡ ചന്ദ്രശേഖർ ഒടുവിൽ ഒരു തീരുമാനമെടുത്തു. ജനങ്ങൾക്ക് നേരെ, സഖാക്കൾക്ക് നേരെ വെടിവെക്കുക. അതാണ് കൂത്തുപറമ്പ് വെടിവെപ്പായി മാറിയത്. പിന്നീട് മാസങ്ങളോളം കണ്ണൂരിൽ കലാപം നീണ്ടുനിന്നു. റബാഡ ചന്ദ്രശേഖറാണ് കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവ് നൽകിയതെന്ന് എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയുന്ന കാര്യം. അരിയാഹാരം കഴിക്കുന്നവർക്ക് എല്ലാം അറിയുന്ന കാര്യം. പക്ഷേ റബാഡ ചന്ദ്രശേഖരനെ സുരക്ഷിതമാക്കി നിർത്താൻ പിണറായി വിജയൻ ശ്രമിക്കുന്നു. നിതിൻ അഗർവാളിനെ പോലെയുള്ള പ്രഗത്ഭർ ഉള്ളപ്പോൾ തന്നെ റബാഡ ചന്ദ്രശേഖരനെ ഇറക്കുമതി ചെയ്തിരിക്കുന്നു പിണറായി വിജയൻ. ഇത് കൂത്തുപറമ്പ് അടക്കമുള്ള രക്തസാക്ഷികളോടുള്ള അവഗണനയാണെന്ന് ഒരു വിഭാഗം സഖാക്കൾ ആരോപിക്കുന്നു. പി ജയരാജനെ പോലെയുള്ള സഖാക്കൾക്കെല്ലാം ഇതിൽ അമർഷമുണ്ട്. പക്ഷേ തിരുവായ്ക്ക് എതിർവായില്ലാത്ത മട്ടിലാണ് പിണറായി വിജയൻ റബാഡ ചന്ദ്രശേഖരെ കൊണ്ടുവന്നിരിക്കുന്നത്. റബാഡ ചന്ദ്രശേഖറെ എന്തിന് DGP ആക്കി എന്ന ചോദ്യത്തിന് പല വഴികളും പല ഉത്തരങ്ങളും പലരും നൽകുന്നുണ്ട്. എന്തായാലും ചിലർ പറയുന്നു അത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെയുള്ള സാമ്പത്തിക തിരിമറി സംബന്ധിച്ച കേസ് ഒത്തീർപ്പാക്കാനാണെന്നൊക്കെ. എന്തായാലും റബാഡ ചന്ദ്രശേഖർ മിടുക്കനായ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അന്നത്തെ ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ധീരതയോടുകൂടി തന്നെ പ്രവർത്തിച്ചു. 5 പേർ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്ന പുഷ്പൻ മരിച്ചിട്ട് 1 വർഷം ആയിട്ടില്ല. അതിനിടയിൽ തന്നെ റബാഡ ചന്ദ്രശേഖറെ DGP ആക്കിയത് മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ മുറുമുറുപ്പ് ഉയർന്നിരിക്കുന്നു. പാർട്ടി ഗ്രാമങ്ങളിലെ സഖാക്കൾ ചോദിക്കുന്നു, സ്വന്തം പാർട്ടിക്കാരെ വെടിവെച്ച് കൊന്നവനെ എങ്ങനെ DGP ആക്കി? ഇതോടെ CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങൾ ഇളകുകയാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ കോട്ടം തട്ടി തുടങ്ങാൻ ഈ സംഭവം കാരണമാകും. ജയരാജനെ പോലെയുള്ള ശക്തരായ നേതാക്കൾ ഇതിനെതിരെ അർദ്ധഗർഭമായ മൗനം അവലംബിക്കുന്നു.
മുഖ്യമന്ത്രിയും അർത്ഥഗർഭമായ മൗനം തന്നെയാണ് അവലംബിക്കുന്നത്. അതേസമയം സോഷ്യൽ മീഡിയയിൽ ഇതേക്കുറിച്ച് പല ചർച്ചകളും നടക്കുന്നു. ആ ഒരു ചർച്ചയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വീണയ്ക്കെതിരായ കേസ് പിൻവലിക്കാൻ റമാഡ ചന്ദ്രശേഖറിൻ്റെ സഹായം പിണറായി തേടും എന്നൊക്കെയുള്ള ചർച്ചകൾ. ആ ചർച്ചകൾക്കൊക്കെ അല്പ ആയുസ് മാത്രമേ ഉള്ളൂ. പക്ഷേ കൂത്തുപറമ്പ് പോലെ CPM-ന് സമരപുളകിതമായ ഒരു അധ്യായം സമ്മാനിച്ച, അല്ലെങ്കിൽ CPM-ൻ്റെ 5 സഖാക്കളെ ചുട്ടുകൊന്ന റവാഡ ചന്ദ്രശേഖർക്ക് എങ്ങനെ DGP പദവി ലഭിച്ചു? അതും CPM ഭരിക്കുമ്പോൾ. ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് CPM ഭരിക്കുന്നത്. അതിൽ കണ്ണൂരിൽ മാത്രമാണ് പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അണികൾ ഏറെയും ഉള്ളത്. CPM-ൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അണികളുള്ള ജില്ല കണ്ണൂരാണ്. അതൊക്കെയാണ് കണ്ണൂരിൻ്റെ പ്രത്യേകത. കണ്ണൂരിൽ പാർട്ടിയല്ല, പാർട്ടി ഗ്രാമങ്ങളാണ്. ദേശാഭിമാനി അല്ലാതെ മറ്റൊരു പത്രം അവർ വായിക്കില്ല. മാത്രമല്ല പാർട്ടി സൂക്തങ്ങളും ഒക്കെ അവർക്ക് ഹൃദയസ്ഥം. പാർട്ടിയുടെ എല്ലാവിധത്തിലുള്ള ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കുന്നു അവർ. അവരുടെ നെഞ്ചാണ് ഇതിലൂടെ പിളർന്നിരിക്കുന്നത്. അവരുടെ നെഞ്ചാണ് നീറിയിരിക്കുന്നത്. MV രാഘവനും CPM-ഉമായുള്ള കുടിപ്പക അവസാനം കഴിയുന്നതൊക്കെ നമ്മൾ കണ്ടു. MV രാഘവനെ കാണാൻ VS അച്യുതാനന്ദനും പിണറായി വിജയനുമൊക്കെ എത്തി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ MV നികേഷ് കുമാർ CPM-ൻ്റെ സ്റ്റാർ ക്യാമ്പയിനറാണ്. എന്തായാലും കാലം മാറുമ്പോൾ മുറിവുകൾ പൊറുക്കുമായിരിക്കും. കാലം മാറുമ്പോൾ പക ഇല്ലാതാക്കുമായിരിക്കും. പക്ഷേ റവാഡ ചന്ദ്രശേഖർ പോലെയുള്ള ഒരാളെ, അന്ന് അദ്ദേഹം ASP ആയിരുന്നു, അദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ ഇങ്ങനെ DGP പോസ്റ്റിലേക്ക് കൊണ്ടുവരാൻ പിണറായി വിജയൻ മുൻകൈയെടുക്കുമ്പോൾ അതിൽ എന്തൊക്കെയോ അസ്വാഭാവികതകൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ. പൊളിറ്റിക്സ് കേരള കാണുന്നില്ല, പക്ഷേ സോഷ്യൽ മീഡിയ കാണുന്നുണ്ട്. പല ഇടതുപക്ഷ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഇതിൻ്റെ പേരിൽ പിണറായി വിജയനെ വിമർശിക്കുന്നുമുണ്ട്. പിണറായി വിജയൻ വിമർശനത്തിന് അതീതനൊന്നും അല്ലല്ലോ. 2026 നിയമസഭാ ഇലക്ഷൻ നടക്കുമ്പോൾ ഇതൊക്കെ പാർട്ടിക്കുള്ളിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറും. കതിരൂരും തലശ്ശേരിയും കൂത്തുപറമ്പും ഒക്കെ പാർട്ടി ഗ്രാമങ്ങളുള്ള CPM-ൻ്റെ ഉരുക്ക് കോട്ടകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറക്കുന്നവരല്ല അവർ. അവർക്കൊന്നും മറക്കാനുമാവില്ല. അവർക്ക് നഷ്ടപ്പെടാനുള്ളത് കൈവിലങ്ങുകൾ മാത്രം, കിട്ടാനുള്ളത് പുതിയൊരു ലോകം. അതാണ് അവരുടെ രീതി. എന്തായാലും റവാഡ ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ട DGP-ആയി അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ ഇളകി തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ പാർട്ടിയെ നോക്കി വണങ്ങി നിന്നവർ പാർട്ടിയെ വിമർശിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് വളരെ വിഷമപൂർവ്വം പൊളിറ്റിക്സ് കേരള പുറത്തുവിടും.